ദൈവമേ മിന്നിച്ചേക്കണേ. അമ്മേ എന്താ പറ്റിയേ? എന്ത് സൗണ്ട് കേട്ടെ? ആ മോളെ എണീറ്റോ? അതെ, ഈ പാത്രം അമ്മയുടെ കയ്യില് താഴെ വീണതാ. ആ പക്ഷെ എന്റെ അമ്മ ഞാനങ്ങ് പേടിച്ചു പോയി. അല്ല, സമയം എന്തായിരുന്നു? സമയം 8 മണിയാവാറായെന്ന് തോന്നുന്നു. 8 മണിയായല്ലേ? അമ്മയുണ്ടല്ലോ 6 മണിക്ക് എണീക്കും. 6 മണിക്ക് എണീറ്റ് ഇവിടെ കാപ്പി ഉണ്ടാക്കും. പിന്നെ ഉച്ചത്തേക്കുള്ള ചോറ്, അതിനുള്ള ചാറുകറി, തോരൻ കറി, പിന്നെ സൈഡായിട്ട് എന്തെങ്കിലും വേണ്ടേ, അതും ഉണ്ടാക്കും. 9 മണിക്ക് അടുക്കളയെ അങ്ങ് കൂട്ടും. അമ്മ സൂപ്പറാണല്ലോ. ഇത്ര ഫാസ്റ്റ് എല്ലാ പരിപാടിയും തീർക്കോ? അടിപൊളി. അപ്പൊ ഈ 9 മണി കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? അത് കഴിഞ്ഞാ പിന്നെ പറമ്പിലും മുറ്റത്തൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടം പോലെ പണികളുണ്ട്. പറമ്പിലെ പണി. അപ്പൊ അമ്മയ്ക്ക് എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലേ? എന്റർടൈൻമെന്റോ? അമ്മ ഈ എന്റർടൈൻമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തിറങ്ങാ, ഷോപ്പിങ്ങിന് പോവാ, സിനിമയ്ക്ക് പോവാ, ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോവാ, അങ്ങനത്തെ ഒക്കെ. ഓ, എന്തോന്ന് എന്റർടൈൻമെന്റ്. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊന്നും ഇറങ്ങുന്ന ആളൊന്നുമല്ല. എന്തിനൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ പുറത്തു പോകും, മേടിക്കാനുണ്ടെങ്കിൽ മക്കള് വരുമ്പോഴൊക്കെ മേടിക്കും. പിന്നെ സിനിമ. ഇവിടുത്തെ അച്ഛന് പണ്ട് എന്തോ ബോധോദയം ഉണ്ടായപ്പോ മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ടല്ലോ, ഈ വെള്ളത്തിൽ കൂടെ പോകുന്ന, നരൻ 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 കാണാൻ ഒന്ന് കൊണ്ടുപോയിരുന്നു തിയേറ്ററില്. അദ്ദേഹത്തിന്റെ സിനിമയൊന്നും കണ്ടിട്ടില്ല. എന്റെ 2 മക്കളും അവധിക്ക് വരുമ്പോ അവർക്കൊക്കെ തിരക്കല്ലേ, എന്നെ കൊണ്ടുപോകാനൊക്കെ അവർക്ക് നേരമുണ്ടോ? പിന്നെ ആകെയുള്ള എന്റർടൈൻമെന്റ് 6:30 മുതൽ 9:30 വരെ നമ്മുടെ ഏഷ്യാനെറ്റില് സീരിയൽ ഉണ്ടല്ലോ, അതിരുന്ന് അങ്ങ് കാണും. അമ്മയ്ക്കപ്പോ ഈ സീരിയലൊക്കെ കാണുന്ന നേരം കൊണ്ട് കുറച്ച് വെബ് സീരീസ് ഒക്കെ ഇരുന്ന് കണ്ടുകൂടെ? പിന്നെ പെണ്ണുങ്ങള് അങ്ങനെ ആവശ്യമില്ലാതെ ചുമ്മാ പുറത്തിറങ്ങി നടക്കേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് പിന്നെ വർക്ക് ഫ്രം ഹോം അല്ലേ, ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. എന്നെ കൊണ്ടൊന്നും ചിന്തിക്കാൻ പോലും പറ്റൂല. എനിക്ക് ഒരു ദിവസം ഒന്ന് പുറത്തിറങ്ങാണ്ടിരുന്നാണല്ലോ ഭയങ്കര ശ്വാസം മുട്ടാ. അയ്യോ, അതൊക്കെ നിന്റെ വീട്ടിൽ നടക്കും. അവിടെ ആയിരിക്കുമ്പോ നിനക്ക് എന്താന്ന് വെച്ച് ചെയ്യാറുന്നല്ലോ. പക്ഷെ ഇവിടെ നിൽക്കുമ്പോ ഇവിടത്തെ ഒരു രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ പോവാൻ. അങ്ങനെ ആവശ്യമില്ലാതെ പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല. എന്റെ പൊന്നമ്മ എന്നോട് അങ്ങനെയൊന്നും സംസാരിക്കല്ലേ. ഒന്നാമത്തത് എനിക്കിപ്പോ ഈ ഫ്രണ്ട്സും കറക്കവും ഷോപ്പിംഗ് ഒന്നും ഇല്ലാതെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പോലും പറ്റില്ല. എന്നെ സണ്ണ് വിടില്ലല്ലോ, സണ്ണ് ദുബായിലല്ലേ. ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചു വന്നാണെങ്കിൽ പോലും എനിക്ക് ഈ ഒരു വൈബൊക്കെ ആയിട്ടൊന്ന് സെറ്റായി പോണെങ്കിൽ ഒരു ഇച്ചിരി സമയം വേണം. ഇപ്പൊ പുറത്ത് കുറച്ച് കറങ്ങി നടക്കുക എന്നൊക്കെ ഉള്ളതാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിമിഷേ, ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ എനിക്ക് കുറച്ച് രീതികളുണ്ട്, അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കും. എന്റെ കൂടെ നീയും എണീക്കണം. എന്നിട്ട് ഇവിടുത്തെ പണികളൊക്കെ നമ്മൾ ഒരുമിച്ച് വേണം ചെയ്യാൻ. 6 മണിക്കോ? 6 മണിയൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ ഒരാളെ എപ്പോ എണീക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന അവരുടെ ഇഷ്ടമാണ്. കുഴപ്പമില്ല. ഞാൻ പിന്നെ എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മ ഒരു 7 മണിയാകുമ്പോ എനിക്ക് മതി, ഞാനൊരു 7 മണിയാകുമ്പോ എനിക്കാം. എന്നിട്ട് ഞാൻ അമ്മേനെ എല്ലാ കാര്യങ്ങളും സഹായിക്കാം. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാം. കുക്കിംഗ് ഒന്നും എനിക്ക് അറിയാൻ പാടില്ല, അരിഞ്ഞൊക്കെ തരാം, അങ്ങനത്തെ ഹെൽപ്പ് ഒക്കെ ചെയ്യാം. എനിക്കിപ്പോ രാവിലെ വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണമെന്നില്ല. സ്മൂത്തി കിട്ടിയാലും ഞാൻ ഓക്കെയാണ്. സ്മൂത്തിയാ? അതെന്നിട്ടത്? സ്മൂത്തി, അതിന്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഞാന് ഇപ്പോ അമ്മ പറഞ്ഞല്ലോ 6 മണിക്ക് എണീക്കണമെങ്കിൽ ഞാൻ ഇപ്പൊ കിടക്കണം, നേരത്തെ കിടക്കണം. ഞാൻ ഉറങ്ങുമ്പോ എങ്ങനെയാലും 1 മണി 1:30 ഒക്കെ. എന്റെ ദൈവമേ, രാത്രി 1 മണി വരെ നീ എന്തെടുക്കുവാ? അല്ല, എനിക്ക് രാത്രിയില് ഈ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് റീൽസ് ഒക്കെ കണ്ട് കിടക്കല ഒരു ശീലം. 1 മണി വരെ ഫോണിലിരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കുവോ? ഇതാ നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ആരോഗ്യം ഇല്ലാത്തതിന്റെ കാരണം ഇതാണ്. ഞാനൊക്കെ എന്റെ ചെറുപ്പം മുതൽ, എന്റെ വീട്ടിലൊക്കെ എന്റെ അച്ഛനും അമ്മ എന്നെ അങ്ങനെ പഠിപ്പിച്ചേക്കണേ. ചെറുപ്പം മുതൽ 6 മണി എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ അപ്പൊ എനിക്കും 10 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച് കിടന്നിരിക്കും. ഇനി അങ്ങനത്തെ ശീലമൊക്കെ മതി. 10 മണിയോ? ഇവിടുത്തെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ 8 മണി എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, കാപ്പി കിട്ടിയില്ലെങ്കിൽ അതും പലഹാരവും 2 കൂട്ടം കറിയൊക്കെ വേണം. ഇവിടെ അച്ഛന്റെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നേ. അച്ഛൻ മരിച്ചപ്പോഴും ഞാൻ ആ രീതികളൊക്കെയാ ഫോളോ ചെയ്യുന്നേ. ഇവിടെ ഒരു കറി വെക്കണമെങ്കിൽ തന്നെ അച്ഛന്റെ ഇഷ്ടത്തിന് വെക്കാറുള്ളൂ. എന്റെ ഇഷ്ടമൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ നോക്കാറൊന്നുമില്ല. നീയും അങ്ങനെ തന്നെ മതി. ഇതാണ് പ്രശ്നം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എപ്പോഴും നമുക്കും കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കണം. എപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരാവരുത്. നമുക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം, നമുക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം, നമുക്ക് വേണ്ടി നമ്മൾ പുറത്തു പോകണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം. അമ്മ കാര്യം ചെയ്യും. അമ്മ കുറച്ച് ദിവസം എൻ്റെ കൂടെ കൂടിക്കും. ഞാൻ എന്തായാലും കുറച്ച് നാളവിടെ ഉണ്ടല്ലോ. എൻ്റെ കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ അതിനനുസരിച്ച് വന്നു. മാറ്റും, എല്ലാം മാറ്റും. ചെല്ല് പോയി
പോയി ബ്രഷ് ഒക്കെ ചെയ്തിട്ട് വാ, ഞാൻ കാപ്പിയൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. ഞാനപ്പോ ഈ പല്ല് വെച്ചിട്ട് വരാം. ശരി. അയ്യേ, ഇതെന്ത് വേഷമായി കിട്ടിയേക്കുന്നേ? ഇതിനെന്താ കുഴപ്പം? ഈ ടോപ്പിന് ഇറക്കില്ലല്ലോ. അല്ല, ഇതിനെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ലല്ലോ. കയ്യൊന്ന് മുക്കി. വയറ് കാണുന്നു. എന്നെ ഞാന് ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയം മുതൽ ജീൻസിന്റെ ഒപ്പം കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്കിതാ കംഫർട്ട്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ നിന്റെ വീട്ടിൽ പറ്റും. ഇവിടെ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കും. നീ പുറത്തിറങ്ങിക്കഴിഞ്ഞ നാട്ടുകാരൊക്കെ നോക്കും. ഈ കുടുംബത്തിന്റെ ഒരു അന്തസ്സൊക്കെ ഉണ്ട്. അതനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അമ്മേന്റെ ശീലങ്ങൾ. ഈ വീട്ടിൽ നിന്ന് ഒരു കൊച്ചു പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ നാട്ടുകാരെ എന്തൊക്കെ പറയുന്നേ? ഞാൻ ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ പറയണ നമ്മളെങ്ങനെ നോക്കുന്നേ? അവരവിടെ കിടന്ന് പറയട്ടെ. ഇതൊക്കെ നീ നിന്റെ ഏട്ടത്തി മീനാക്ഷിനെ കണ്ടുപഠിക്കണം. എത്ര മാന്യമായിട്ടാണ് ഡ്രസ്സ് ധരിക്കുന്നത്. ഒരാളുടെ മാന്യത ഇരിക്കുന്ന അവരുടെ ഡ്രസ്സിലാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. പിന്നെ അമ്മയുടെ തന്നെ ഒരു കാര്യം പറയാണ്ട്, ഇന്നലെ മുതൽ പറയണം എന്ന് വിചാരിച്ചാ പെട്ടെന്ന് സമയം കിട്ടിയില്ല. അമ്മയുടെ ഈ ഒരു ഔട്ട്ഫിറ്റ് അമ്മയ്ക്ക് തീരെ അങ്ങ് സെറ്റ് ആവുന്നില്ല. ഈ നൈറ്റി ഒക്കെ ആകെ നരച്ചു. അമ്മ എന്താ ഇങ്ങനെ കോലം കെട്ടി വീട്ടിൽ നിൽക്കുന്നേ? അമ്മനെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ടല്ലോ. ഈ മുടിയൊക്കെ ഒന്ന് ഈരി കെട്ടി വെച്ച് നല്ലതായിട്ട് ഒരു നല്ല വൃത്തിയുള്ള ഒരു മോഡേൺ നൈറ്റിയൊക്കെ ഒരു ചുരിദാർ കട്ടിന്റെ ഒക്കെ മേടിച്ചിട്ട് ഒരു പൊട്ടൊക്കെ കുത്തി നല്ല ഐശ്വര്യമായിട്ട് നിന്നുകൂടെ? പിന്നെ ഈ വയസ്സാം കാലത്ത് ഞാൻ വീട്ടിലിരിക്കുമ്പോ മറ്റേ സീരിയലിനെ പോലെ ആഭരണമൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങി നടക്കാം. അത് ശരി. ഈ വയസ്സും ഭംഗി തമ്മിൽ എന്താ ബന്ധം? എനിക്കത് മനസ്സിലാവുന്നില്ല. നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? എന്നിട്ട് അത് ഞാൻ അല്ലറ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോവാം. ഷോപ്പിംഗ് ഒക്കെ കല്യാണത്തിന്റെ സമയത്ത് കഴിഞ്ഞതല്ലേ, ഇനി എന്തുട്ട് ഷോപ്പിംഗ്? എപ്പോഴും എന്തിട്ട് ഈ ഷോപ്പിംഗ്? അമ്മ വരുന്നുണ്ടോ? ഫ്രീയാണെങ്കിൽ ചുമ്മാ കൂടെ പോരെ. ഞാൻ വരുന്നൊന്നുമില്ല, എനിക്കിവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. നല്ല അവിടെ അലക്കിട്ട തുണികൾ മൊത്തം ഈ മഴയത്ത് ഞാൻ മേളിൽ കൊണ്ടുവന്ന് എല്ലാം വിരിച്ചിടണം. എന്തോരം പണിയുണ്ട് ഇവിടെ. മൊത്തം അടിച്ചു തുടക്കണം. മുറ്റത്ത് എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയാം. മാത്രല്ല ഇവിടുത്തെ അച്ഛന്റെ പെങ്ങള് വരുന്നുണ്ട്, എന്റെ നാത്തു. വന്നു കഴിഞ്ഞ ഇവിടെ എന്തൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിനൊക്കെ കുറ്റം കണ്ടുപിടിച്ചിട്ട് പോകുള്ളൂ. എന്നിട്ട് എല്ലാവരും വിളിച്ചു പറയും. അത് കാരണം കൊണ്ട് ഞാൻ വരണമൊന്നുമില്ല, എനിക്കിവിടെ വേറെ പണിയുണ്ട്. ഓ, അമ്മായി വരുന്നുണ്ടോ? ഓക്കെ ഫൈൻ, ഞാനെന്നാ പോയിട്ട് വരാം. നീ പോയിട്ട് വാ. ഒരു 6 മണിക്ക് മുമ്പ് തിരിച്ചു വന്നോട്ടോ. ഓക്കെ, 6 o'clock വരാൻ നോക്കാം. ബൈ.